ഇന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് റിലീസായ പാൻ ഇന്ത്യൻ സിനിമ വർമ്മയുടെ വരവ് തിയേറ്റർ കത്തിക്കല്ലെങ്കിൽ ആൾക്കാർ പുഷ്പ താഴത്തില്ല വേൾഡ് ഫയർ. സാറിന്റെ ഒരു പടം നാളെ ഇറങ്ങുന്നുണ്ടല്ലേ? സൂപ്പർ ഹിറ്റ് ആയിരിക്കും. പേരിൽ ഒരുക്കിയിരിക്കുന്നത് ഇത്തരം പടങ്ങൾക്കാണ് നമുക്ക് പിന്തുണ കൊടുക്കേണ്ടത്. പിന്നെ എടുത്തു പറയാവുന്ന ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. പിന്നെ പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. പറയാവുന്ന ഒരു നെഗറ്റീവ് ഇടക്കിടക്കുള്ള കട്ടുകൾ നമ്മുടെ സ്റ്റോറി ടെല്ലിങ്ങിനെ ബാധിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് കുഴപ്പമില്ല, ആവറേജ് മൂവി എന്ന് പറയാൻ പറ്റുള്ളൂ. കാട്ടുതീയാന്ന് പറഞ്ഞിട്ട് കാട്ടപരാധെന്നൊക്കെ പറയുന്നത്. കാട്ടപരാധെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ്. ഇതിനെക്കാളും നല്ല ഏഷ്യാനെറ്റിലോടുന്ന സീരിയലെല്ലാം ഇട്ടുകൊണ്ട് വന്നിരുന്ന ഇതിനെക്കാളും വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റിയത്. എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത. നിന്റെ ബ്രില്യൻസ് കാരണം ഈ റിസോർട്ടും കൂടി പണയം വെക്കണ ഗതികേടിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അത് രണ്ട് കൈയും കെട്ടി രണ്ട് കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ? നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും അടിപൊളിയാണ് സംഭവം. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിട്ട് പൊട്ടുന്ന് നമ്മൾ വിചാരിച്ചില്ല. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല നായിക കഥാപാത്രം ചെയ്ത് ദമയന്തിയാണെങ്കിലും ഒന്ന് അഭിനയിക്കാൻ പോയിട്ട് എന്റെ പൊന്നോ ഇങ്ങനെ ഒരു അഭിനയം. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം, അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലക്കാ കിട്ടേണ്ടത്. എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞു. അയ്യോ, ഉറക്കവും പോയി, സമയം പോയി, പൈസയും പോയി. ഫസ്റ്റ് ഹാഫ് അവര് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തിനാണെന്ന് വെച്ചാ അവർക്ക് തന്നെ അറിഞ്ഞൂടാ. കൂതറപ്പടം അട്ടർ ഫ്ലോപ്പ്. എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിച്ചു, ഒരു ബന്ധമില്ല. ഭയങ്കര എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എങ്ങനെ നമ്മളെ പടം ഇങ്ങനെ പൊട്ടിപ്പോയത്? വല്ലാണ്ട് കഥയിൽ മാറി. ഇപ്പൊ സീരിയലാണ്. പുഷ്പയിൽ തുടങ്ങി ചന്ദനമഴയിൽ അവസാനിച്ച പോലെ ഇപ്പൊ. പക്ഷെ 9 ഫൈറ്റും 7 സോങ്ങും എല്ലാം കൂടി പടം 4 മണിക്കൂറായപ്പോൾ കുറെ വെട്ടിക്കളയേണ്ടി വന്നു സാർ. പുഷ്പനും പൊങ്ങത്തില്ല. സത്യം പറഞ്ഞ മസ്റ്റ് വാച്ച് ആണ് പടം. എല്ലാരും സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. പടം എല്ലാരും കഴിയുന്നത് എത്ര പൈസ കൊടുത്ത് പോകാൻ പറ്റുമോ, കഴിയുന്ന കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾ എല്ലാരും പോയി കാണണം. അല്ലു അർജുൻ 50 വരെ വന്നപ്പോഴത്തേക്ക് കറങ്ങി കടിക്കുന്നത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ലു അർജുന്റെ അമ്മൂമ്മ ഞാൻ പറയണില്ല. എടാ, ഒരു സിനിമ ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട്. എത്ര കുടുംബങ്ങളാ കഴിഞ്ഞു പോണത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. എന്നിട്ടൊന്ന് മയത്തിലോ ഒരു മര്യാദക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ലേ. വെറുതെ ആളുകളെ വെറുപ്പിക്കാൻ നിൽക്കണ്ടല്ലോ. സ്റ്റണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. പുഷ്പയായി മാറിയ കഥ അത് വല്ലാത്തൊരു കഥയാണ്. യെസ്, 2025 കൊടൂര സംഭവം പുഷ്പ ദ റൂൾ കണ്ടിറങ്ങിയ ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്? വെക്കടാ വെടി, പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. ഇനി 3 വേറെ തെലുങ്ക് പടമായിട്ട് കണ്ടിരിക്കാൻ കൊള്ളാം. തെലുങ്ക് പടം ഒരു പടമായിട്ടേ കണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അങ്ങനത്തെ ലെവലിൽ എടുത്തിരിക്കുന്നത്. സാറിന്റെ വിഷമം കാണുമ്പോ എനിക്ക് കരച്ചിലടക്കാനും കഴിയുന്നില്ല സാറ്. സത്യമാണ്.